ये हमारा ब्लॉगर भाई सही है, इसको फॉलो करो, लाइक करो। ഹലോ ഗൈസ്, ഇന്ന് രാവിലെ തന്നെ ഡ്യൂട്ടിക്ക് ഇറങ്ങാൻ നേരത്തെ ആദ്യം കാണുന്നത് ഏതോ ഒരു ചങ്ങായി നാട്ടിൽ പോണതാണ് കേട്ടോ. മൂപ്പര് നാട്ടിൽ പോകുന്നത് കണ്ടപ്പോൾ എനിക്കും ഉള്ളിൽ പോകാൻ പൂതിയൊക്കെ വന്നെങ്കിലും സാഹചര്യം ശരിയില്ലാത്തതുകൊണ്ട് ആ പൂതി മെല്ലെ അങ്ങോട്ട് മാറ്റി വെച്ച്. ഷോപ്പിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഇരിപ്പങ്ങോട്ട് ഉറക്കുന്നില്ല. വേറെ ഒന്നല്ല, ഷോപ്പത്തെ വൈഫൈ അടിച്ചു പോയിക്കണേ. വന്നപ്പോൾ മുതൽ കാണാൻ തുടങ്ങിയാണ് ഈ ചങ്ങായി കുന്നത്തിന്റെ മുകളിൽ കയറിയിരിക്കണത്. പാവാണ്, മൂപ്പരെ പറഞ്ഞിട്ടും കാര്യമല്ല. ഷോപ്പിലേക്കും റൂമിലേക്കും ഒരേ കണക്ഷൻ ആയതുകൊണ്ട് തന്നെ റൂമിൽ പോയാലിപ്പോൾ നെറ്റ് കിട്ടാനില്ല. വൈഫൈ അങ്ങോട്ട് പോയതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ. വൈഫൈ ഇല്ലാത്തതുകൊണ്ട് തന്നെ മൊബൈലൊക്കെ മാറ്റി വെച്ചിരുത് ഈ സാധനം കഴിച്ച അവിടെ അങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ എല്ലാവരും. 5-6 ഷോപ്പിൽ ഇതേപോലെ കൗണ്ടറിൽ നിന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ബംഗ്ലാദേശികൾ മാത്രമുള്ള ഷോപ്പിൽ വർക്ക് ചെയ്യുന്നത്. മുതലാളി, മാനേജറും സ്റ്റാഫും അവർക്ക് വരുന്ന കസ്റ്റമേഴ്സ് എല്ലാവരും ബംഗാളികളാണ്. ഞാൻ മാത്രത്തിൽ മലയാളിയായിട്ടുള്ളൂ. ബ്രേക്ക് ടൈമിൽ റൂമിൽ പോയപ്പോഴാണ് ഇവന്റെ കയ്യിൽ പെട്ടത്. എപ്പോൾ കണ്ടാലും പറയും വീഡിയോ എടുക്കണം എന്നുള്ളത്. അവന്റെ വിചാരം നമ്മൾ വലിയ ആളാച്ചിട്ടാ. कैसे हैं? ठीक है, फिटफाट है। ये हमारा ब्लॉगर भाई सही है, इसको फॉलो करो, लाइक करो और अहमद को शेयर करो। ആകെ 4-3 ആൾക്കാർ നമ്മളെ വീഡിയോ കാണാനുള്ളൂ. ഷോന്റെ വിചാരം നമ്മൾ വലിയ എന്തോ ആണെന്നാണ്. പാവം ചങ്ങായി. ബ്രേക്ക് ടൈം വേണ്ടി ഷോപ്പിലെത്തിയപ്പോൾ നമുക്ക് പുതിയ ഓഫർ വന്നിട്ടുണ്ട്. ഇപ്പോൾ ആ ഓഫറിന് പ്രിന്റ് ഔട്ട് എടുത്ത് കൗണ്ടറിൽ ഒട്ടിക്കണം. അതിനുള്ള പോക്കായിരുന്നത്. ഷോപ്പിന്റെ അടുത്തൊന്നും ടൈപ്പിംഗ് സെന്റർ ഇല്ലാത്തതുകൊണ്ട് പ്രിന്റ് ആവശ്യം വന്നാൽ എന്തായാലും കുറച്ചങ്ങോട്ട് നടക്കണം. അങ്ങനെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് റിട്ടേൺ റൂമിൽ തന്നെ പോവാണ്. ഇതാണ് ഞാൻ നിൽക്കുന്ന ക്യാമ്പ് ഇട്ടാ. പുറത്തുനിന്ന് നോക്കിയാൽ ചെറുതാണെങ്കിലും ഉള്ളിൽ നിന്ന് നോക്കിയാൽ പുറം ഭയങ്കര വിശാലാണ്. ഇന്ന് റൂമിൽ പോകുമ്പോൾ ചെറിയൊരു ത്രില്ലൊക്കെ ഉണ്ട് കേട്ടോ. കാരണം കൂട്ടുകാരൻ്റെ ബർത്ത്ഡേ ആണ്. അവൻ്റെ വൈഫാണെങ്കിൽ നാട്ടിൽ നിന്ന് ഒരു ഗിഫ്റ്റും കൊടുത്തയച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഗിഫ്റ്റ് അവനക്ക് കൊടുത്തിട്ട് അവനെ സർപ്രൈസ് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അവൻ്റെ വൈഫ് കഷ്ടപ്പെട്ട് സെറ്റാക്കി ഗിഫ്റ്റ് അല്ലേ, അതുകൊണ്ട് ഇനി സർപ്രൈസ് ആവാതിരിക്കണ്ട. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ചെറുക്കൻ സർപ്രൈസ് ആയിക്കണം കേട്ടോ. സർപ്രൈസ് ആവുക മാത്രമല്ല, ചെറുക്കൻ്റെ സങ്കടവും സന്തോഷമൊക്കെ കൂടെ വന്നിട്ട് കരയാനൊക്കെ തുടങ്ങി. നിങ്ങൾ ചെറുക്കൻ്റെ മുഖത്തൊക്കെ നോക്കി. വലിയ പെരുന്നാളും വെള്ളിയാഴ്ചയും കൂടെ ഒന്നിച്ച് വന്ന ഫീലാണ് എനിക്കിപ്പോൾ. അടുത്ത പ്രധാന പരിപാടി ഇനി ഉറങ്ങുക എന്നുള്ളതാണ്. അപ്പൊ പെട്ടെന്ന് ഉറക്കം വരാത്തതുകൊണ്ട് തന്നെ കുറച്ചു നേരം കൂട്ടുകാരോട് ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.